പുട്ടി അടിച്ചു കേട്ടോ. ഒരു ഗ്ലാസ് നമ്മൾ ഓൾമോസ്റ്റ് മറ്റേ ഗ്ലാസ് ആയിട്ട് ക്ലീനിങ് ആണ്. നമ്പർ ഫുൾ അടിക്കുന്നത് അത് ഗോൾഡൻ കളർ തന്നെയാണ്. ഇതൊക്കെ അടിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഇതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീലിലും ഒരു സിൽവറിൻ്റെ അതുപോലെ നമ്മുടെ ഫ്ലാപ്പും ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് പുട്ടിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയും പുട്ടിയിട്ട് പിന്നെ ഇവിടെയും ചെറുതായിട്ട് പുട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ഉടനെ പെയിൻറ്റിങ് വർക്കൊക്കെ കാണാം. ഇവിടെയൊക്കെ നല്ലോണം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ താഴത്തും നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ നല്ല കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടി വർക്ക് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ അതേപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാറ്റാ സുമോയുടെ ഇവിടുത്തെ പെയിൻ്റൊക്കെ അടിച്ചു കേട്ടോ. ഒരു ഗ്ലാസ്സൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് മറ്റേ ഗ്ലാസ്സൊക്കെ ഇട്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ഞാൻ ഇപ്പുറത്തും കൂടി കാണിക്കാം. നമ്മുടെ ഈ ഒരു ഏരിയയൊക്കെ കണ്ടോ, ഈ ഒരു ഏരിയയൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നമ്മൾ ആ ഒന്ന് ചെയ്ത ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ മാത്രം മറ്റേ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പെയിൻ്റൊക്കെ ഉണ്ട്, നമുക്കത് നോക്കാം ബാക്കി. നമ്മുടെ വണ്ടിയുടെ ഇവിടെയൊക്കെ പുട്ടിയൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആക്കി ഞാൻ ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പേപ്പർ പിടിക്കുകയാണല്ലേ ഏട്ടാ? ഫുള്ള് അടിക്കുവാണോ അതോ പോയിൻ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ? പോയിൻ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് ഫുള്ള് അടിക്കുമെന്നാണ്. ഇപ്പോൾ നമ്മൾ പോയിൻ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇത് ഇങ്ങോട്ട് നോക്കാം. ഇനി വേറെ ഇവിടെയും ചെറുതായിട്ടൊക്കെ പുട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്, ചെറിയ നൈസായിട്ട്. അതേപോലെ നമ്മൾ ഈ ഒരു സൈഡും ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഒന്ന് പുട്ടിയിട്ടിട്ട് സ്റ്റെപ്പാക്കിയിട്ടിരിക്കുകയാണ്. ചിലപ്പോഴേ നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഫുൾ വീഡിയോ ഇല്ലാത്തതുകൊണ്ടേ നോർമലായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. നമ്മുടെ ബാക്കിലും ചെറിയ ചെറിയ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയിൽ ടാറ്റാ സുമോ ഫുള്ള് പെയിൻ്റ് അടിക്കുമല്ലേ ഏട്ടാ? ബമ്പർ മാത്രം ഫുൾ അടിക്കുന്നുണ്ട്. ബമ്പർ ഫുൾ അടിക്കുന്നത് അത് ഗോൾഡൻ കളർ തന്നെയാണ്. ഫുള്ള് മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് പിന്നെ ഈ ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഫുള്ള് അടിച്ചിട്ടുണ്ട്, മാസ്ക് ഒക്കെ ചെയ്ത്. അതേപോലെ നമ്മുടെ ഈ ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം നോർമലായിട്ടുള്ള പെയിൻറ്റിങ് കഴിഞ്ഞത്. നമുക്ക് ഫുൾ പെയിൻറ്റിങ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അത് റെഡ് കളറായിരുന്നു. അപ്പോൾ റെഡ് കളർ അടിക്കുന്നില്ല. അപ്പോൾ ഈ കളർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു പേപ്പറൊക്കെ വെച്ച് അടിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അടിച്ചൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിനി ഒരു ഓൾമോസ്റ്റ് ഒരു പോളിഷിങ്ങേ ഉള്ളൂ. ബാക്കിയുള്ള പെയിൻറ്റിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും കുറച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻറ്റീരിയറൊക്കെ കുറച്ച് ഇതൊക്കെ ആയിട്ട് കിടക്കണം. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കണം. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിലും നമ്മുടെ ഫ്രണ്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇവിടെയൊക്കെ നല്ല പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്കൊക്കെ കഴിഞ്ഞ് നല്ല പെയിൻറ്റൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ബോണറ്റ് ചെയ്തിട്ടില്ല. ബോണറ്റും പിന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയ മാത്രം ഇച്ചിരി ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഗോൾഡൻ കളർ വെച്ചിട്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കുട്ടപ്പാനാക്കാൻ നോക്കും. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി ഇനിയിപ്പോൾ മൊത്തത്തിൽ ചെയ്തിട്ട് കാണാം. നമുക്കിനി വീൽ ഡ്രിമ്മിലടിക്കാനുണ്ട്, സിൽവർ അടിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലും സിൽവർ അടിക്കാനുണ്ട്. ഇവിടെയൊക്കെ മൊത്തത്തിൽ ഇച്ചിരി അൽത്തുൽത്തായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ടാറ്റാ സുമോ ഓൾമോസ്റ്റ് ചെറിയ പെയിൻ്റൊക്കെ കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ നൈസ് പെയിൻ്റൊക്കെ അടിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളു, ചെറിയ പോളിഷിങ്ങും കാര്യങ്ങളും. ഇനി വാട്ടർ സർവീസ് ഉണ്ടെന്നോ? ജസ്റ്റ് ഒരു വാട്ടർ സർവീസിന് വന്നതാണ്. അപ്പോൾ വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് വാട്ടർ സർവീസാണോ അനു? അപ്പോൾ വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് പോളിഷും പിന്നെ അണ്ടർ ബോഡി ബ്ലാക്ക് അടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചെറിയൊരു വാട്ടർ സർവീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. നമ്മുടെ ടാറ്റാ സുമോയുടെ അകത്തൊക്കെ ഷോപ്പൊക്കെ ആയിട്ട് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇട്ടു. അതേപോലെ തന്നെ നമുക്ക് മൊത്തം വാഷിംഗ് ആയിട്ടില്ല. ഇവിടെയൊക്കെ ജസ്റ്റ് ഇട്ട്
എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്തൊക്കെ മൊത്തം സോപ്പൊക്കെ ഇട്ട് ഫുള്ള് ക്ലീനാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഫോം അടിക്കുന്നുണ്ടോ? ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ എല്ലാ വാട്ടർ സർവീസും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇനിയിപ്പോൾ ഇവിടെ ഒരു സിൽവർ അടിക്കാനുണ്ട്. സിൽവർ അല്ല, ഒരു ഡ്രമ്മിലൊരു പെയിൻ്റ് അടിക്കാനുണ്ട്. അതേപോലെ നമ്മുടെ അകത്തും പോളിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോളിഷ് ചെയ്യാനുണ്ട്. പോളിഷ് ചെയ്തിട്ട് ബാക്കി കാണാൻ കേട്ടോ.
ഇവിടെ ചെറിയൊരു നൈസായിട്ട് നമ്മുടെ വീട്ടിലൊരു സിൽവർ പോലത്തെ ഒരു പെയിൻ്റ് അടിക്കാനുണ്ട്. ബാക്കി ഇനിയിപ്പം ഓൾമോസ്റ്റ് മൊത്തം വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അതേപോലെ നമ്മുടെ ടാറ്റ സുമോ കുട്ടൻ്റെ കംപ്ലീറ്റ് ഇതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീലിലും ഒരു സിൽവറിൻ്റെ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. അതേപോലെ തന്നെ ബാക്കിലും സിൽവർ അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളിയായിട്ട് കുട്ടപ്പനാക്കിയിട്ട് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നോക്കിക്കേ, ഇവിടുത്തെ വീലും അതേപോലെ പെയിൻറ്റ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ വീലും കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നോക്കി, മൊത്തത്തിൽ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് വണ്ടി. നേരത്തേതിനേക്കാളും കാണാനൊരു ബെറ്റർ ലുക്കായി. അതുപോലെ നമ്മുടെ ഫ്ലാപ്പും ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പോളിഷൊക്കെ ചെയ്യുന്ന ഒരു ബ്ലാക്കറ്റ്സൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല. അവിടെ ഫ്രണ്ടിലെ ഈ ഒരു ഫ്ലാപ്പും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അകത്താണെങ്കിലും കണ്ടോ, അത്യാവശ്യം എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോൾ ലിഡിൻ്റെ ആ സാധനം കൂടി ഒന്ന് പിടിപ്പിച്ചാൽ മതി. അതുപോലെ ബാക്കിലാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളൊന്ന് സർവീസൊക്കെ ചെയ്തതല്ലേ, ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്.